ഈ സ്ഥലം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പൊതുവെ തന്നെ വാഹന പരിശോധനകൾ നേരത്തെ നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിശബ്ദ വിതരണമാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇത്രയധികം പൈസയുമായി ചേലക്കര ഭാഗത്തുകൂടെ പോയിട്ടില്ല. നമ്മൾ പോയത് ഷൊർണൂരിൽ നിന്ന് ചെറുതുരുത്തി തൃശ്ശൂർക്ക് എറണാകുളത്തേക്ക് പോകണമെങ്കിൽ ചെറുതുരുത്തി വഴിയാണ് ഉള്ളത്. അങ്ങനെ പാസ് ചെയ്തെന്ന് മാത്രമല്ല. പിന്നെ എന്തുകൊണ്ട് പൈസ കൊണ്ടുപോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻ പലപ്പോഴും നടക്കാറില്ല. ചിലപ്പോൾ ഇപ്പോൾ നെറ്റിൻ്റെ പ്രോബ്ലം ആയാലും നെറ്റിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നടക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ബാങ്കിലുള്ള പൈസയാണ്. അപ്പോൾ അത് എടുത്തുകൊണ്ട് ടൈൽസും അതുപോലെ തന്നെ പ്ലംബിങ് ഐറ്റംസും ഇലക്ട്രിക്കൽ ഐറ്റംസും കൊണ്ടുവരാൻ വേണ്ടി പോയത്. അത് ഞാൻ ഈ മാനേജറോട് സൂചിപ്പിച്ചിരുന്നു. ഈ പൈസ എടുക്കുന്ന സമയത്ത് ഞാൻ മാനേജറോട് സൂചിപ്പിച്ചിരുന്നു എനിക്ക് ഇങ്ങനെ പൈസ കൊണ്ട് പോകാനുള്ളതാണ്. അപ്പോൾ ഈ സാധാരണ ലെറ്റർ വെച്ചാൽ മതി എന്ന് വേണ്ട ഒരു ലെറ്റർ തന്നു. ബാങ്കിൽ നിന്ന് റുപ്യ വിത്ഡ്രോ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. രേഖ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഇത് വണ്ടി നിർത്തിയപ്പോൾ തന്നെ ഞാൻ പൈസ കണ്ടപ്പോൾ തന്നെ ആദ്യം ലെറ്റർ എടുത്ത് കാണിച്ചു കൊടുത്തത്. അങ്ങനെയല്ല, നമ്മളുടെ ഒഴിവ് നോക്കിയിട്ട് ഒരു ദിവസം വാക്കൻസി കിട്ടിയപ്പോൾ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അവധിയൊന്നല്ല, നമ്മളുടെ ബിസിനസിന്റെ ഒരു തിരക്ക് നോക്കിയിട്ട് പോയതാണ്. എളുപ്പ റൂട്ട് ഇതാണ്. സ്ഥിരം ഇതാണ് അതിന്റെ വഴിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പട്ടായം പോയി ഗുരുവായൂർ പോയിട്ട് തൃശ്ശൂർ മറ്റേ എറണാകുളത്തേക്ക് വഴിയുണ്ട്. അല്ലെങ്കിൽ പാലക്കാട് പോയിട്ട് തൃശ്ശൂർ പോവാം. മത്സരമായിരുന്നു ശരിക്ക്. ഏത് പാർട്ടിയിലേക്കാണ് അദ്ദേഹത്തിന് ചേർത്തേണ്ടതുകൊണ്ട് മത്സരമായിരുന്നു സത്യത്തിൽ. ഇന്നലെ തന്നെ പല രാഷ്ട്രീയ സംഘടനകളും അവരിൻ്റെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇദ്ദേഹത്തിന് അറിയുമോ, ഇദ്ദേഹത്തിന് ഏത് പാർട്ടിയിൽ മെമ്പർ അവർ തീരുമാനിക്കുകയാണ്. ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് ചാർത്താൻ വേണ്ടി ഇന്നലെ പാലക്കാട് എൻ്റെ ഫോണിലേക്ക് വന്നു. ഇദ്ദേഹത്തിന് അറിയുമോ ചോദിച്ചിട്ടാണ്. എൻ്റെ ഞാൻ പാലക്കാട് ടൗണിലാണ്. അവിടുന്ന് വരിക 3 പാർട്ടിക്കാരും ഈ വിഷയത്തിനകത്ത് നമ്മളെ വിളിച്ചിരുന്നു. ഇദ്ദേഹത്തിന് അറിയാം. അപ്പോൾ എല്ലാവരും ഇത് വളരെ വ്യക്തി. കാരണം തലേ ദിവസം തന്നെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ 2 ദിവസം മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ജില്ലാ സമ്മേളനം കഴിഞ്ഞതാണ്. ഞായറാഴ്ച ജില്ലാ സമ്മേളനം കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുത്ത ഒരു വാർത്ത ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അസോസിയേഷൻ കൊടുത്തൊരു വാർത്ത ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ടല്ല. വാർത്ത കൊടുത്തത് തന്നെ നിലവിൽ ഇപ്രാവശ്യം ഞങ്ങൾ നോട്ടൊക്കെ വോട്ടിടേണ്ട അവസ്ഥയിലേക്ക് സർക്കാർ എത്തുമെന്നാണ് ഇനി വരുന്ന സമയങ്ങളിൽ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ബന്ധമുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ. ഒരു കള്ളപ്പണം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം പ്രചരണം വരുന്നത്. ഒരു സത്യം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഇതെങ്ങനെ കള്ളപ്പണമെന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ് വിഷയം. ഒരു പണം ഒരാളുടെ കൈവശം ഉണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെ കള്ളപ്പണമാകും? കള്ളപ്പണമാണോ ഇല്ലയെന്ന് തെളിയണ്ടേ? അത് ആ ഒരു മാന്യത എന്തുകൊണ്ടാണ് നടക്കാത്തതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോഴത് എടുത്തു കളഞ്ഞില്ല. അനിലക്കളെ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. അദ്ദേഹം പരസ്യമായി മാപ്പ് പറയാൻ ഈ വിഷയത്തിനകത്ത്. ഒരു വ്യക്തിയെ എത്ര കണ്ട് തേജോവധം ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇപ്പോൾ വീഡിയോയിൽ നിന്ന് പോയിട്ടില്ലല്ലോ, ഇപ്പോൾ നിലവിലുണ്ടല്ലോ. നിങ്ങൾ യൂട്യൂബ് എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോഴും ആ വീഡിയോ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അതിലെന്താ പറയുന്നത്? വളരെ മോശമായി. ഇദ്ദേഹമാണ് അത്ര ഇതിനു വേണ്ടി കോടികൾ കൊണ്ടുവന്നതിൻ്റെ ഒരു പങ്ക് ഇദ്ദേഹത്തെ വഹിച്ചു. തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഞാൻ ഇന്ന് വരെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. അനിൽ അക്കരേനെ ഇതിനു മുമ്പ് നേരിട്ട് സംസാരിച്ചിട്ടുമില്ല, നേരിട്ട് കണ്ടിട്ടുമില്ല. ചോദിക്കേണ്ടി വരും. അതാണ് ചോദിക്കേണ്ടത്. എനിക്ക് രാഷ്ട്രീയ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളായിട്ട് നല്ല ബന്ധമുണ്ട്. കാരണം നമ്മൾ ഈ സംഘടനയുടെ ആവശ്യമായിട്ടും SNDP ആവശ്യമായിട്ടൊക്കെ ഒരുപാട് ബന്ധപ്പെടുന്ന ആളാണ്. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ കോൺഗ്രസ് ആയാലും അതിൽ രാഷ്ട്രീയം ഇല്ല. തീർച്ചയായിട്ടും ചെയ്യണം. അല്ല, അതിൽ ചേർന്നല്ല, ഞാൻ വേറെ തന്നെ കൊടുക്കുന്നത്. അതിനെപ്പറ്റി നിയമപരമായിട്ട് ഞങ്ങൾ നോക്കണം എന്നിട്ട് ചെയ്യണത്. അല്ല, ഞങ്ങൾ പരിശോധന നടത്തിയിട്ട് ഇതിനെതിരെ കൊടുക്കണമല്ലോ. ഞങ്ങൾ കൊടുക്കണം. അദ്ദേഹം ഒറ്റയ്ക്കല്ലല്ലോ, സംഘടനയുടെ അതെ. അല്ല, അതിലെന്തറിയോ,
നമ്മളെ സംബന്ധിച്ചോളം ഞാൻ ഈ ഒരു സംഘടനയുടെ ജില്ലാ സെക്രട്ടറി ആണെന്ന് പറഞ്ഞല്ലോ. ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. അപ്പോൾ അത് ഇന്ന് രാവിലെ മുതൽ ഇപ്പം ഞാനിത് ഇങ്ങനെ സാധാരണ നോർമലായിട്ട് കുഴപ്പമില്ല വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ സംഘടനകൾ ചർച്ച ചെയ്യപ്പെട്ടപ്പോഴാണ് പറഞ്ഞത് എന്തായാലും ഇത് ഇത്തരം കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്നുള്ളത്. കാരണം ഞാൻ സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കല്ലേ. ഏത് അതൊക്കെ മാത്രമല്ല, നമ്മൾ അനിലക്കരയാണ് ഈ കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നടത്തിയ വീഡിയോ നമ്മൾ കണ്ടത്. അദ്ദേഹം പറഞ്ഞ വിശദീകരണം നിങ്ങൾ നോക്കിയറിയാം. ജില്ലാ സെക്രട്ടറി ഒക്കെ പറയുന്ന ഒരു പരിമിതിയാണ്, നമ്മൾ പാർട്ടിയിലേക്ക് ചായക്കാനല്ല. അല്ല, പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിലേറ്റവും മോശമായിട്ട് തോന്നിയത് അനിൽ അക്കരയുടെയാണ്. നേതാക്കളും താങ്കൾ കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, PDJകാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, PV അൻവർ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ മരുമകന് വേണ്ടിയിട്ടാണ് പണം താങ്കൾ കൊണ്ടുവന്നതെന്ന് ഉൾപ്പെടെയുള്ള. അപ്പൊ അവർക്കെതിരെയൊക്കെ നിയമ നടപടി സ്വീകരിക്കുക? അല്ല, അപകീർത്തിപ്പെട്ടത് ഏറ്റവും മോശമായിട്ട് ചെയ്തത് അനിൽ അക്കരയാണ് പറഞ്ഞിട്ടുള്ളൂ. അതിനൊരു അളവ് പോലൊക്കെ ഉണ്ടോ ഇത്ര അപകീർത്തിപ്പെടുന്നത്? അല്ല, അങ്ങനെയെന്ന് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കരുവന്നൂർ കേസിലത്തെ പ്രതികളുടെ ഒപ്പം നമ്മൾ അവരുടെ ഒപ്പമാണ്, അല്ലെങ്കിൽ അവരറിയും, അവരുടെ ഒപ്പം നടന്നതിൻ്റെ കള്ളപ്പണം കൊണ്ടുവന്ന സ്ഥിരമായിട്ടുള്ള പരിപാടി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ഏറ്റവും ഇതല്ലേ. മറ്റേത് അഭിപ്രായങ്ങൾ പറയാമെന്ന് മാത്രമല്ലേ ഉള്ളൂ. അല്ല, അങ്ങനെ ആയിട്ടില്ല. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ എനിക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ആര് പറഞ്ഞേ? ആലോചിക്കണം. ഞാൻ ഇത് കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇന്നലെ ഫുള്ളായിട്ട് ഇൻകം ടാക്സ് സാറിൻ്റെ ഒപ്പമായിരുന്നു. കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ അവരുടെ ഒപ്പം ബാങ്കിൽ പോയിട്ട് ഉച്ചയ്ക്ക് എത്തിയത്.